അതെ, മനസമാധാനം നശിപ്പിക്കുന്ന ഒന്നിനെയും നമ്മളിലേക്ക് ചേർത്ത് നിർത്തരുത്. അതിപ്പോൾ മനുഷ്യരായാലും എന്തായാലും അത് അങ്ങ് ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ഉപേക്ഷിച്ച് കളയണം. മറ്റൊന്നും നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു മനുഷ്യന് നൽകാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്ന ഒരു ചിലവുമില്ലാത്ത ഒരു സമ്മാനമാണ് മനസ്സമാധാനം. പക്ഷേ ചില മനുഷ്യരൊക്കെ നേരെ തിരിച്ചാണ്. മറ്റുള്ളവരുടെ മനസ്സമാധാനം തല്ലിക്കെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ചിലർ നമ്മൾ ഉണക്കാൻ ശ്രമിക്കുന്ന മനസ്സിൻ്റെ മുറിവുകൾ അവരങ്ങ് മാന്തിപ്പൊളിക്കും. എന്നിട്ട് അവർ അതിൽ നിന്ന് വീണ്ടും ചോര പൊടിഞ്ഞ് നമ്മൾ വേദനിക്കുന്നത് കണ്ട് അങ്ങ് ആസ്വദിക്കും. നമുക്കിഷ്ടമില്ലെന്നോർത്താൽ നമ്മൾ വേദനിക്കുമെന്ന് ഉറപ്പുള്ള ചില വിഷയങ്ങളെ ഒരു കാരണവുമില്ലാതെ അവർ സംസാരത്തിലേക്ക് വലിച്ചിടും. കഴിഞ്ഞുപോയ കാലത്തെയോ നാം മറക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ വേദനകളെയോ ഭാവിയെപ്പറ്റി നമ്മൾ ഭയപ്പെടുന്ന ചില കാര്യങ്ങളെയോ അവർ എപ്പോഴും തട്ടി ഉണർത്തും. അത്തരം മനുഷ്യരിൽ നിന്നൊക്കെ ഒരു തവണയെങ്കിലും നമുക്ക് അനുഭവം ഉണ്ടായാൽ അവരിലേക്ക് അടുക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും അതിരുകടന്ന് ഇടപെടാൻ ഇവർക്ക് അനുവാദം നൽകരുത്. ഓരോരുത്തർക്കും എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന് നാം അതിരുകൾ നിശ്ചയിക്കണം. അത് ചിലപ്പോൾ നമ്മുടെ അഹങ്കാരമാണെന്ന് ആരെങ്കിലും പറഞ്ഞോട്ടെ, അതിനെന്താ? പാവമാണെന്ന് പറയിപ്പിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല നമുക്ക്. പാവമെന്ന് അവർ പറയുന്നത് പാവ അവർക്ക് പറ്റിയവരെയാണ്. നമ്മളെന്തിന് അവരുടെ പാവയാകണം? എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ആർക്കും ഒരു കാലത്തും കഴിയുകയില്ല. എല്ലാവരോടും ഒന്ന് വിശദീകരിക്കേണ്ട കാര്യവുമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയായിരുന്നാൽ മനസ്സമാധാനം നമുക്കുണ്ടാകും. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മനസ്സമാധാനമില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്നവരിൽ ഏറെയും അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടതല്ല, അവർ സ്വയം നഷ്ടപ്പെടുത്തിയവരാണ്. ഇത് നിങ്ങളുടെ ജീവിതാനുഭവവുമായി ബന്ധമുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.